ഹലോ ഗൈസ്, അങ്ങനെ ഒരു ഇടവേളയ്ക്ക് ശേഷം എന്താ ഇന്ദുചൂടൻ വീണ്ടും എത്തിയിരിക്കുകയാണ്. ലൈഫ് കുറച്ചധികം ബിസി ആവാൻ തുടങ്ങി. അപ്പോൾ വീഡിയോ എടുക്കലും എഡിറ്റ് ചെയ്യലൊക്കെ കുറച്ചധികം പാടായി തുടങ്ങി. അതുകൊണ്ടാട്ടോ വീഡിയോ ഇടാത്തത്. പിന്നെ ഇവിടുത്തെ ചൂടും, ആ ചൂടിൽ ഞാനൊന്ന് തലറങ്ങി വീണായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പം എല്ലാം സെറ്റാണ്. ഇനി തൊട്ട് ഞാൻ ആഴ്ചയിൽ ഒരു വീഡിയോ അല്ലെങ്കിൽ 2 വീഡിയോ എന്തായാലും ഇടാൻ ശ്രമിക്കാം കേട്ടോ. ദാ ആ നിൽക്കുന്ന ആരാന്ന് നോക്കിയേ, നമ്മുടെ ഗാന്ധിജി. പുള്ളി ഫ്രാൻസിലങ്ങ് തലയുയർത്തി പിടിച്ചങ്ങ് നിൽക്കുക. ദാ ഇത് ഞങ്ങളുടെ വീടിനടുത്തുള്ള ഒരു പള്ളിയാണ് കേട്ടോ. എന്തായാലും ഇന്ന് ഇവിടെ വന്നപ്പോൾ നിങ്ങളെ കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. പള്ളീൻ്റെ ഓപ്പോസിറ്റ് തന്നെ ഒരു പാർക്കുണ്ട്. അവിടെ പോയിരിക്കാൻ ഭയങ്കര സുഖമാണ്. നല്ല കാറ്റും തണുപ്പൊക്കെ ഉണ്ടാവും. ഈ ചൂട് കാലത്ത് ആകെ ഒരാശ്വാസം ഇതൊക്കെ ഉള്ളൂ. ഇവിടെ വേറൊരു കാര്യം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ദാ ഈ ബിൽഡിംഗ് കണ്ടോ, ഹോട്ടൽ ഡി വില്ല്. ഇത് കണ്ട നമ്മൾ വിചാരിക്കും ഏതോ വലിയ ഹോട്ടലാണ്. ഞാനും അങ്ങനെ വിചാരിച്ചേ. പക്ഷേ അതൊരു പഞ്ചായത്ത് ഓഫീസാണ്. ഏത് പേരിങ്ങനെ ഇട്ട് വെച്ചിട്ട് നമ്മളെ പറ്റിക്കാൻ വെച്ചേക്കുക. അനന്തും അതിൻ്റെ ഹിസ്റ്ററിയും ജോഗ്രഫിയൊക്കെ എനിക്ക് പറഞ്ഞു തരുമായിരുന്നു. എനിക്കത്ര ഇഷ്ടപ്പെട്ടൊന്നുമില്ല. എന്നാലും കുഴപ്പമില്ല. അവനതൊക്കെ പറയുമ്പോൾ എൻ്റെ ശ്രദ്ധ മുഴുവൻ ഫ്രണ്ടിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ആ പിള്ളേരേലാട്ടോ. കൊച്ചായിരുന്നാൽ മതിയായിരുന്നു, വലുതാവേണ്ടിയില്ലായിരുന്നു. എന്ത് രസമാണ്. ഇവിടെ ഗാന്ധിജി മാത്രമല്ല കേട്ടോ, വേറെ ആരുടെയൊക്കെയോ പ്രതിമയുണ്ട്. ആരാന്നൊന്നും എനിക്കറിയത്തില്ല. അങ്ങനെ അവിടെ നിന്ന് പോകുന്ന വഴിക്ക് ഞങ്ങളൊരു ആപ്പിൾ മരം കണ്ടു. അവിടെ നിന്ന് 2-3 ആപ്പിളും പറിച്ചു. അപ്പോൾ അതാ ഒരുത്തനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ.